മുരാരി ജ്യോത്സ്യൻ, മുരാരി തന്ത്രി. ഞാൻ ഈ സൈഡിൽ ഒരു റീൽ വീഡിയോ വെച്ചിട്ടുണ്ട്. ഈ വെടലയെ നിങ്ങൾക്ക് പരിചയം കാണുമായിരിക്കും. ഒന്ന് വേണ്ട ഇങ്ങനത്തെ റീൽസ് കാരണം. രണ്ടാമത് കേരളത്തിൽ പലപ്പോഴായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇവൻ പല പ്രവചനങ്ങളും നടത്തി എന്നുള്ള വ്യാജേന കയറി കൂടിയിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത് 24 ന്യൂസിൻ്റെ തമ്മിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു, വിശ്വാസം അവിശ്വാസം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ. അതിനകത്ത് ഇവൻ തന്ത്രിയാണ് എന്നൊക്കെ വന്ന് പറഞ്ഞ് വലിയ തള്ളൊക്കെ തള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീറ്റ് മിസ്റ്റർ വെടല തന്ത്രി. ഓക്കെ, മുരാരി തന്ത്രി ഉടായ്പാണ് ഇവൻ. തന്ത്രിയൊന്നും അല്ലവൻ. അപ്പോൾ ഇവൻ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ഒരു അമ്മയും കുട്ടിയും ഇവൻ്റെ അടുത്ത് അവരുടെ ഒരു പ്രശ്നം പറഞ്ഞു ചെന്ന സമയത്ത് 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ റൂമിൽ കയറ്റി വൃത്തികേട് ചെയ്യാൻ നോക്കിയ വഴിക്ക് കുട്ടി ഇറങ്ങി ഓടി. നാട്ടുകാർ പിടിച്ച്, പോലീസ് വന്നു. അപ്പോൾ ഇവൻ ഓടി രക്ഷപ്പെട്ടു. പോലീസ് ഇവനെ പിടിച്ചിട്ടുണ്ട്, അതിലേക്കൊക്കെ നമുക്ക് എത്താം. അപ്പോൾ 16-കാരിക്കെതിരെ ചെയ്ത പരിപാടിക്കാണ് ഇപ്പോൾ ഇവന് ലോക്ക് വീണിട്ടുള്ളത്. ഈ ദൈവത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഇരിക്കുന്ന ചില തന്ത്രി, ചില പൂജാരി, ചില ഉസ്താദ്, ചില പള്ളിയിലച്ചന്മാർ, ഇവരൊക്കെ വന്ന് നമ്മൾ എക്സ്പോസ് ചെയ്ത് വിടുമ്പോൾ ഭയങ്കര ഹെയ്റ്റ് കയറാറുണ്ട്. പക്ഷേ ഐ ഡോണ്ട് കെയർ, വിഷയമല്ല. കാരണം എന്താ അറിയോ, സൊസൈറ്റിയിൽ ഇങ്ങനത്തെ തെമ്മാടികളെ തുറന്ന് കാണിക്കുന്നതിൽ എനിക്ക് ഭയങ്കരധികം സന്തോഷമുണ്ട്. ഇനി ഇവൻ അധികം പരിചയമില്ലാത്തവർക്ക് വേണമെങ്കിൽ പിന്നെ ഒന്നിട്ട് റീൽസ് ചെയ്യാൻ കളിച്ച് കയറിയാൽ നിർത്താൻ വേണ്ടി. അതായത് ഇവൻ ഈ റീൽസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവൻ മാപ്പിളപ്പാട്ട്, ഓക്കെ, മാപ്പിളപ്പാട്ടിൽ ഒരു തന്ത്രി, ഒരു പൂജാരി റീൽസ് ആൻഡ് ഡാൻസ് കളിക്കുന്നു എന്നുള്ളൊരു സംഗതി വർക്കൗട്ടാക്കാൻ നോക്കി. അങ്ങനെയൊക്കെ മോസ്റ്റ് മെജോറിറ്റിയും റീൽസ് ഇട്ട് പോകുന്ന ഒരു വെടല. ഇവൻ യൂട്യൂബ് ചാനലുണ്ട്, ഇവൻ ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഇവൻ യൂട്യൂബ് ചാനലിൽ എന്ത് ചെയ്യുന്നറിയോ, ഇവൻ്റെ അടുത്ത് വരുന്ന പ്രശ്നം ഒക്കെ പറഞ്ഞു വരുന്ന ഇവൻ്റെ ജനങ്ങൾ, ആ ഒരു ക്രൗഡ് ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യും, ഇവൻ്റെ ഫേസ് മാത്രം വെച്ച് ഇവൻ ലൈവ് ഇടും. എന്നിട്ട് ഇവർ പറയുന്ന സംഗതികൾ നമ്മളെ കേൾപ്പിച്ചിട്ട്, അതായത് ഞാൻ ചെയ്യുന്നത് ഭയങ്കര ക്ലാരിറ്റി ഉള്ള കാര്യമാണ്. ബാക്കിയുള്ള ഇവിടുത്തെ ഇവരെ പോലെയല്ല, ജ്യോത്സ്യന്മാരെ പോലെയല്ല. ഞാൻ ചെയ്യുന്ന പരിപാടിയിൽ എനിക്ക് ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ജനങ്ങൾ അറിയട്ടെ ഞാൻ എന്ത് ജ്യോത്സ്യമാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെയുള്ള ലൈവ് വീഡിയോസൊക്കെ ഇവൻ്റെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ പെൺകുട്ടിയെ ഇവൻ ഈ ഉപദ്രവം ചെയ്യാൻ നോക്കിയ ദിവസം പോലും ഇവൻ്റെ ലൈവ് കിടക്കുന്നുണ്ടായിരുന്നു. ആ ലൈവ് വീഡിയോ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവൻ ഈ വൃത്തികേട് കാണിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ആശാനെ നമുക്കങ്ങോട്ട് കൂടുതൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതിന് മുമ്പ് ആ ന്യൂസ് ഇപ്പോൾ എന്തിന് ലോക്കായി എന്നുള്ള ന്യൂസ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. വെണ്ടാർ സ്വദേശി രാജൻ ബാബു ആണ് പ്രതി. അതായത് രാജൻ ബാബു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല, മുരാരി തന്ത്രി എന്ന് പറയണം. ജ്യോതിഷനാണ്. ഈ ജ്യോതിഷന്റെ ആ ജ്യോതിഷാലയത്തിലേക്ക് ഇന്നലെ വൈകിട്ട് എത്തിയതാണ് ഈ അമ്മയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയും, അതായത് 16 വയസ്സുള്ള പെൺകുട്ടിയും. ഈ അബ്ജോദ് പറഞ്ഞതുപോലെ തന്നെ ബാധയൊഴിപ്പിക്കൽ ആ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയാണ് അവിടെ എത്തിയത്. അങ്ങനെ പെൺകുട്ടിയെ ഈ പ്രതി ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടുപോയി അമ്മയെ പുറത്തിരുത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ ബഹളം കേട്ടു. അങ്ങനെ അമ്മ ഓടിയെത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടതായിട്ട് പറയുന്നത്, പരാതിയിൽ പറയുന്നത്. പിന്നീട് നാട്ടുകാരൊക്കെ ഓടിക്കൂടി. എന്തായാലും ഈ പ്രതി ഇപ്പോഴും, അതായത് രാജൻ ബാബു, മുരാരി തന്ത്രി, ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. പോലീസ് അന്വേഷണം തുടരുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എവിടെയാണെന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. എന്തായാലും പുത്തൂർ പോലീസ് ഈ മുരാരി തന്ത്രിക്കെതിരെ പോക്സോ കേസെടുത്താണ് ഇപ്പോൾ അന്വേഷണം നടത്തിയിരിക്കുന്നത്. പെൺകുട്ടിയുടെ അമ്മയുടെയും പരാതിയിലാണ് നിലവിൽ ഈ കേസുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും പോക്സോ കേസെടുത്തു. പ്രതി ഒളിവിലാണ്. ഫോണടക്കം സ്വിച്ച് ഓഫ് ആണ്. എവിടെയാണെന്നറിയില്ല. കുറച്ച് ഉന്നത ബന്ധങ്ങളൊക്കെ ഉള്ള രീതിയിലുള്ളൊരു ജ്യോത്സ്യനാണ്. അതൊക്കെ ഉപയോഗിച്ച് ഒളിവിൽ കഴിയുമോ എന്ന ആശങ്കയൊക്കെ ഒരു ഭാഗത്ത് നാട്ടുകാരടക്കം പറയുന്നുണ്ട്. നാട്ടുകാരടക്കം ഇയാൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ന് ജ്യോതിഷാലയത്തിലേക്ക് പ്രതിഷേധ പ്രകടനങ്ങളടക്കം നടക്കുന്നുണ്ട്. എന്തായാലും പ്രതി ഒളിവിൽ തുടരുന്നു. ഈ ജ്യോത്സ്യന് വേണ്ടി അന്വേഷണം തുടരുന്നു. കേട്ടല്ലോ, ഇത്രയും തെമ്മാടിത്തരം ചെയ്ത വൃത്തികെട്ടവൻ, ഇവനെ പിടിക്കണ്ടേ? പിന്നെ ഇവൻ്റെ ഒരു പാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇവനിടയ്ക്ക് അഖിൽമാരാർ ബിഗ് ബോസ് ജയിക്കുമെന്ന് പ്രവചിച്ചു എന്ന് പറയുന്നു, പ്രളയം വന്നു പ്രവചിച്ചു പറയുന്നു, കൊറോണ വരുമെന്ന് പ്രവചിച്ചു എന്ന് പറയുന്നു, ഷിരൂരിൽ അർജുൻ്റെ ലോറി അപകടമുണ്ടായ സമയത്ത് ഷിരൂരിൽ അർജുൻ്റെ ജീവനോടെ കിട്ടി എന്ന് പ്രവചിച്ചു എന്നുള്ളത് ആ വീഡിയോസൊക്കെ ഭയങ്കര വൈറലായിരുന്നു. പിന്നെ ഒരു കുട്ടിയെ കാണാതെ, അബിഗേൽ സാറാ, ഒരു കുട്ടിയെ കാണാതായ സമയത്ത് ആ കുട്ടി ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പ്രവചനങ്ങളും ഇവൻ നടത്തി എന്നൊക്കെ ഇവൻ സെൽഫ് ക്ലെയിമിംഗ് ആണ്. മനസ്സിലായോ? അങ്ങനെയൊക്കെ ചെയ്തില്ല. ഈ ഷിരൂർ വിഷയത്തിലാണ് ഇവൻ ഒന്നും കൂടി ഒന്ന് കത്തിയേ. അപ്പോൾ ഈ വെടൽ എന്ത് ചെയ്തു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവൻ തമ്മിൽ പ്രോഗ്രാമിൽ വന്ന കുറച്ച് ക്ലിപ്സ് ഉണ്ട്. ഓക്കെ, അതിൽ തന്നെ നമുക്കറിയാം ഇവ ഉടായിപ്പ എന്നുള്ളത് അതിൽ തന്നെ വ്യക്തമാവുന്നൊരു ഐറ്റമാണ്. എനിക്കിവിടുത്തെ ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പ്രത്യേകിച്ച് പാരൻസ് നിങ്ങളെ മക്കളെയും കൊണ്ട്, ആൺകുട്ടിയോ പെൺകുട്ടിയോ,
നിങ്ങൾ ഇതേപോലെ ഒരു ജോത്സ്യനെ, ഒരു ഉസ്താദിനെ ആരെങ്കിലുമൊക്കെ ഇത് ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ ഒന്നുമല്ല, മനസ്സിലായില്ലേ? നിങ്ങൾ ഇത്ര ധൈര്യപൂർവ്വം അങ്ങോട്ട് കയറ്റി വിടാൻ വേണ്ടിയിട്ട് നിങ്ങളെ മക്കളെ, ഈ ചെറിയ പിള്ളേരൊക്കെ ഇവനെ പോലെയുള്ള ഈ മൃഗങ്ങളടുത്ത് കയറ്റി വിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ അവസ്ഥ എന്താ? ഇവൻ്റെ ഒക്കെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പ്രശ്നങ്ങൾ തീരുമോ? നിങ്ങൾ മനസമാധാനത്തിനാണോ? അങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് പോകും. അമ്പലവും പള്ളിയും ഒക്കെ ഉണ്ടല്ലോ. ഈ ഉടായ്പകളുടെ അടുത്ത് പോയി നിങ്ങൾ ഈ പാരൻസ് ഈ പണി കാണിക്കരുത് പ്ലീസ്. അറ്റ്ലീസ്റ്റ് കുട്ടികളെ കയറ്റി വിടുന്ന സമയത്തെങ്കിലും നിങ്ങൾ ആ കുട്ടികളുടെ ഒപ്പം പോയി നിൽക്കണ്ടേ? ഓക്കെ, ഇനി എന്താണെങ്കിലും ഇവൻ തമ്മിൽ പ്രോഗ്രാമിൽ വന്നിരുന്ന് തള്ളിയത് നമുക്ക് നോക്കാം. ഈ കഷ്ടകാലമാണോ ഇവർക്കൊക്കെ? എന്താണ്? നമസ്കാരം. എൻ്റെ SKN കഷ്ടകാലമാണോ ഇവർക്കൊക്കെ എന്നുള്ളത്, ഇവന് കഷ്ടകാലമാണെന്നുള്ളത് ഇവന് സ്വയം കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെയാണ് അവിടെ ബാക്കിയുള്ളവർക്ക് കഷ്ടകാലമാണോ എന്ന് കണ്ടുപിടിക്കാൻ. SKN മാസാവല്ല. ജ്യോതിഷം എന്ന് പറയുന്നത് വേദാംഗങ്ങളുടെ ഒരു ശാഖയാണ്. കൃത്യമായി ജ്യോതിഷം കൈകാര്യം ചെയ്താ വരാടിക എന്ന് പറഞ്ഞാൽ കബഡി. ഈ കബഡി ശാസ്ത്രം എന്ന് പറയുന്ന കാപട്യശാസ്ത്രമാക്കി മാറ്റിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെ, നീ ഒരു കള്ളനാണ്, കാട്ടുകള്ളൻ. നിങ്ങൾ എന്റെ ഓരോ യൂട്യൂബ് ഡെയിലുള്ള ലൈവും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് പ്രശ്നം കൈകാര്യം ചെയ്യുന്നത്. അതെ, യൂട്യൂബ് ലൈവ് ഞാൻ പറയുന്നില്ല. അമ്മ എന്നെ കാണാൻ വന്നു. ആ അമ്മയുടെ മകൻ പൂർണ്ണമായി കഞ്ചാവിന് അടിമയാണ്. പ്രശ്നം വെച്ചു. കൃത്യമായിട്ട് അമ്മയുടെ നിങ്ങൾ ഓരോ ദിവസത്തെ ലൈവ് നോക്കിയാൽ മതി. എല്ലാ ദിവസവും ഈ ജ്യോത്സ്യന്മാരെയൊക്കെ വെല്ലുവിളിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തിനെന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്ന ഓരോ ദിവസത്തെയും കബഡി പ്രശ്നം ലൈവായിട്ട് അവർ വിടട്ടെ, ജനം കാണട്ടെ. അതെ, ജനം നിന്റെ പ്ലക്ക് കാണാന്നിരിക്കുകയാണെങ്കിൽ ലൈവിനകത്ത് പരനാറി ഇങ്ങനെയൊക്കെ കടന്ന് ചലച്ചിട്ട് നീ ചെയ്ത് കൂട്ടിയ ചെറ്റത്തരങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ആ നാട്ടുകാർ ആ നാട്ടുകാരോട് ചോദിച്ചാൽ അവർ കൃത്യമായി പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. പിന്നെ ഇതേപോലെ കബഡി നിരത്തി ആളുകളുടെ ഭൂതം ഭാവി വർത്തമാനം പറയുന്ന ടീംസ് ഏറ്റവും കൂടുതൽ മുതലെടുക്കുന്നത് അവരുടെ മുന്നിൽ വരുന്ന ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ നോക്കിയിട്ടാണ്. നല്ലവണ്ണം ഇരിക്കുന്ന ഒരാൾ, ഇപ്പോൾ ലൈഫിൽ ഒരു കുഴപ്പമില്ല, ഒരു വിഷയമില്ലാത്ത ഒരാൾ നേരെ കയറി ചെന്നിട്ട് സ്വാമി രക്ഷിക്ക്, അല്ലെങ്കിൽ പൂജാരി എനിക്ക് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ തന്ത്രി എനിക്ക് കുഴപ്പമുണ്ട്, മനസ്സിലായോ, അല്ലെങ്കിൽ ജ്യോത്സ്യ എനിക്ക് വിഷയമുണ്ട്, ഒരു ഉസ്താദ് എനിക്ക് കുഴപ്പമുണ്ട്. എനിക്ക് കുഴപ്പമുള്ളവനെ അവിടെ ചെന്ന് കുഴപ്പമുണ്ടെന്ന് പറയുള്ളൂ. ഒരാളുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും അപ്പോൾ സിമ്പിളായിട്ട് പറയാം, ഒരു 10-30 വയസ്സുള്ള ഒരു ലേഡി ഒരു മകളോ മകനുമായിട്ട് ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അയാൾക്ക് ഏറെക്കുറെ മനസ്സിലാവും. ഒന്നില്ലെങ്കിൽ ഇവരുടെ ഹസ്ബൻഡ് ഒരു എബ്രോഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവർ സെപ്പറേറ്റഡ് ആയിരിക്കും, ഇവർക്ക് ഹസ്ബൻഡ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും, അങ്ങനെ വിചാരിക്കും. ഇനി അതല്ലെങ്കിൽ ഇവരുടെ ബോഡി ലാംഗ്വേജും കാര്യമൊക്കെ കാരണം ചിലപ്പോൾ എന്ത് പ്രശ്നത്തിനാണ് മനുഷ്യൻ സാധാരണ ദൈവത്തിൻ്റെ അടുത്ത്? ശാരീരികം, സാമ്പത്തികം, ഇങ്ങനത്തെയൊക്കെ പ്രശ്നത്തിനല്ലേ പോവുക. ഇത് കണ്ടുപിടിക്കാനും ഇതൊരു തരം സൈക്കോളജിയാണ്, മനസ്സിലായോ? ഒരാളെ അതങ്ങോട്ട് എന്താ പറയുക, മാനറിസം, അവരുടെ മൈക്രോ ആയിട്ടുള്ള അവരുടെ ബിഹേവിയർ ചേഞ്ച്, അവരുടെ മാനർ, ഇതൊക്കെ കണ്ട് അതിൽ നിന്നൊരു ഊഹാപോഹം ഉണ്ടാക്കി ഒരു കാൽക്കുലേഷൻ വെച്ച് വന്ന ആളോട് നിങ്ങൾ ഇന്ന സ്ഥലത്ത് വരുന്നുവല്ലേ, എന്താ കുടുംബത്തിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ, ആരോ നിങ്ങൾക്ക് പാര വെക്കുന്നുണ്ടോ, സാമ്പത്തികമായിട്ട് പണം വരുന്നുണ്ട്, പണം നിൽക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഉരുട്ടാൻ തുടങ്ങും. അപ്പം ഇത് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നറിയോ, ഇത് എവിടെയെങ്കിലുമൊക്കെ ലൈഫിൽ കണക്റ്റ് ആയിട്ടായിരിക്കും ഈ പാവങ്ങൾ അവിടെ പോയിരിക്കുന്നത്. ഇവരാണ് തുടങ്ങും, മക്കൾ പഠിക്കുന്നില്ലേ, മകനോ മകൾക്കോ റിലേഷൻ ഉണ്ടോ, ലഹരിയുടെ അടിമയാണോ, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കും. കൊള്ളാം, അടുത്ത കേൾക്കാം. നീചത്വം എന്ന് പറയുന്ന ഒരു സംഭവം ജാതകത്തിലുണ്ടെങ്കിൽ അവൻ കൃത്യമായി 18 വയസ്സും 6 മാസവും കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ലഹരിക്ക് അടിമയായി മാറും. തർക്കമുണ്ടെങ്കിൽ എന്റെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് നോക്കാം. എന്റെ മുമ്പിൽ, എന്റെ കബഡിപ്പലകയുടെ മുമ്പിൽ വന്നിരുന്നാൽ ഭൂതേജ വർത്തമാനേജ സമയേജ ഭവിഷ്യതി, നിങ്ങളുടെ ഭൂതം വർത്തമാനം ഭാവി ഞാൻ പറയും. ഇവിടെ എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തികളുടെയും ഒരു കാര്യവും ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. നിൻ്റെത് ഞാൻ പറയും, നിൻ്റെ ഭൂതം ഭാവി വർത്തമാനം ഞാൻ പറയാം. ഈ പിടിച്ചു കൊണ്ടുപോകുന്ന നീ ഉണ്ടല്ലോ, നീ ഇനി അനുഭവിക്കും, മനസ്സിലായില്ലേ? ചെറ്റത്തരം കാണിച്ച് ആ ചെറ്റത്തരം മറച്ചു വെക്കാൻ നാട്ടുകാർക്ക് നന്മ ചെയ്യുന്നു എന്നുള്ള വ്യാജേന കുറേ ചാരിറ്റിയും ചെയ്ത് നാട്ടിൽ കുറേ പൊതുപ്രവർത്തനം ചെയ്യുന്ന രീതിയിലുള്ള കുറേ ഉടായ്പും കാണിച്ച് നാട്ടുകാരെ കണ്ണിലും പൊടിയിട്ട് നീ ഇങ്ങനെ നടക്കരുതല്ലോ കുറേ കാലം. ഇനി നിൻ്റെ ഓരോ കേസുകളായിട്ട് പൊങ്ങി വരട്ടെ, വൃത്തികെട്ടവൻ. ആ പയ്യന്റെ ഒരു സുഹൃത്ത് വഴി എൻ്റെ അടുത്ത് കാണാൻ വിട്ടു. അത് ലൈവാ, കള്ളത്തരമൊന്നും പറയല്ല. പ്രശ്നം നോക്കിയിട്ട് അയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഡെയിലി 70 കഞ്ചാവ് അടിക്കത്തില്ലോ എന്ന് ചോദിച്ചു. ചെറിയ പയ്യനാ. ഇന്ന് ആ പയ്യൻ എറണാകുളത്ത് ആസ്ട്രോയിൽ
അഡ്മിറ്റാ. ആസ്ട്രോ ISR പറയുന്ന ഭാഗ്യം. ഇല്ലല്ലോ. ആ ഏയ് ഇങ്ങോട്ട് കയറി തുള്ളുന്നു, അല്ലെങ്കിൽ വേല് കുത്തുന്നു, അല്ലെങ്കിൽ എന്താ പറയുന്നത്, മദ്യം കുടിക്കുന്നു, കോഴിയെ വെട്ടുന്നു, ഇങ്ങനെയുള്ള സ്വാമിമാരൊക്കെ ഉള്ള കാലായത്. അവിടെ ഈ ജ്യോതിഷം വിഭിന്നമാകുന്നത് ദൈവജ്ഞേന സമാഹിതേന സമയെ കിഞ്ചിൽ ബലം പ്രവച്ചതി. ദൈവജ്ഞനെ നിങ്ങൾ ഒരാൾ കാണാൻ വരുമ്പോൾ അവിടെ അതിനൊരു ബലം ഉണ്ടാവും. ഇതിനകത്ത് എത്ര വിശ്വാസമുണ്ടെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മോനെ, കിഞ്ചിൽ ബലം. നിന്റെ ബലം ഇപ്പം എന്തായാലും ഞങ്ങൾ അറിയുന്നുണ്ടടാ എരപ്പേ. അതായത് ഈ ചെങ്ങാതി ഇടയ്ക്ക് ഇവൻ്റെ കുറേ മോതിരം, പിന്നെ എന്തൊക്കെയോ ഒരു തന്ത്രം മന്ത്രം എന്ന് പറഞ്ഞുള്ള കുബേര കുഞ്ചി കിഞ്ചി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ വിൽക്കുന്ന പരിപാടിയൊക്കെ ഇവന് എന്താണെങ്കിലും ഉണ്ട്. പിന്നെ ഇവൻ്റെ പഴയ ഇൻ്റർവ്യൂസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇവൻ കുറേ ഐഫോണും കുറേ വാച്ചുകളൊക്കെ പൊക്കി പിടിച്ച് ഇവൻ്റെ ക്ലൈൻസ് കൊടുത്തതാണ്. ഇവൻ പല ബിസിനസ്സുകാരുടെയും സിനിമാക്കാരുടെയും പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ ആത്മീയ ഗുരുവാണ്. അവരുടെ പ്രശ്നങ്ങൾ തീർക്കുന്നത് ഇവനാണ്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോയി വരാറുണ്ട്. അട്ടിമുടി ദുരൂഹതയാണ്. ഓട്ടോറിക്ഷ ഓടിച്ച് നാട്ടിൽ നടന്നിരുന്നത് ഒരു ചങ്ങാതി. ഓട്ടോറിക്ഷ ഓടിക്കുന്നതിന് മുമ്പ് ഒരു ചെത്ത് തൊഴിലാളിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളായി. പിന്നെ അങ്ങോട്ട് പുറത്തു പോയി എന്ന് പറയുന്നുണ്ട് ഗൾഫിൽ. അതിനിടയിൽ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഏതോ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയുടെ തന്ത്രിയുടെ ഹെൽപ്പറായിട്ട് കയറി. ഓക്കെ, പിന്നെ അതിന് ശേഷമാണ് ഇവൻ സ്വയം തന്ത്രി എന്ന് പ്രഖ്യാപിച്ച് വരുന്നത്. ഇവൻ ഏത് അമ്പലത്തിലെ 100-300 ക്ഷേത്രങ്ങളെ തന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ വേറൊരാളെ കൺവിൻസ് ചെയ്ത് 40-45-60 ലക്ഷം രൂപ അടിച്ചു മാറ്റി പോകുന്നൊരു കഥയൊക്കെ ഇവൻ്റെ പിന്നിലുണ്ട്. ഇത്രയും ലോക ഉടായ്പാണ്. എന്നിട്ട് പോലും ഈ കൊട്ടാരക്കര ഭാഗത്തുള്ള വെണ്ടാർ ഭാഗത്തുള്ള നാട്ടുകാർ ഈ ചെറ്റയെ വിട്ട് വെച്ചതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ പലരും ഇതാണ് കാണിക്കുന്നത്. ഉള്ള തെമ്മാടിത്തരവും കഴിവേറിത്തരവും കാണിച്ച് ലാസ്റ്റ് കുറച്ച് ചാരിറ്റിയും പൈസ എടുത്തു കൊടുത്തിട്ട് നാട്ടുകാരുടെ വായടപ്പിക്കും. ചോദ്യം ചെയ്യാൻ പോകുന്നവനെ പിന്നെ നാട്ടുകാർ അവൻ കാണിച്ചോട്ടെ, കാണിച്ചുകൊണ്ട് എന്താ ബാക്കിയുള്ളവർക്ക് കിട്ടുന്നില്ലേ? ഈ ചോദ്യം ചോദിക്കുന്ന അവസ്ഥയ്ക്ക് സൊസൈറ്റി മാറിപ്പോകുന്നത് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. ചോദ്യം ചോദിക്കേണ്ടത് ചോദിക്കണം. തെമ്മാടികളോടും ചെറ്റത്തരം കാണിക്കുന്നവരോടും ചോദ്യമെങ്കിലും ചോദിക്കണ്ടേ? ഇത് ചോദ്യം പോലും ചോദിക്കാതെ ഇവന്മാരെ വളരാൻ വിട്ട് കഴിഞ്ഞാൽ ഇതേപോലുള്ള അവസ്ഥയ്ക്ക് കാര്യങ്ങൾ ചെന്നെത്തും. മനസ്സിലായോ? ഇവിടെ നിന്ന് പല നന്മപരം ചാരിറ്റിയും പല ഇതേപോലത്തെ ദൈവത്തിനോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ള ദൈവ പുരോഹിതന്മാരുടെ അവസ്ഥ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആളുകളാന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ അവസ്ഥ ഇതാണ്. ഇവന്മാർ ഇത് മറയാക്കി വെച്ചിട്ട് ഇമാതിരി ചൂഷണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുര എന്നൊരവസ്ഥ, മതം, മത്സരം, മാത്സല്യം, മാംസം, സ്ത്രീ പറയാൻ കുറച്ച് സമയമെടുത്തു. കാരണം എന്താ പറയുക, സ്ത്രീ ഏറ്റ പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് മനസ്സിലാലോചിച്ചതാ. ഞാൻ സ്ത്രീ ഏറ്റ പറഞ്ഞാൽ കുടുങ്ങുമോ? അയ്യോ സ്ത്രീ പറഞ്ഞാൽ കുടുങ്ങുമോ? മറ്റതൊക്കെ പറഞ്ഞു. തൊരാന്ന് പറഞ്ഞൊരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം, മറ്റത് മദിരാശി പറയാൻ മാത്രം ആശാനും വർഷം മടി. കൊള്ളാം, എടുത്ത് പറ. അതായത് വള്ളിയങ്കാവ് ദേവീ ക്ഷേത്രത്തിലെ ദേവിയുടെ തിരുവാഭരണം മോഷണം പോയി 2002-ൽ. 2003-ൽ ഞാൻ അവിടെ ദേവപ്രശ്നം വെച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇന്ന ആളാണ് അതെടുത്തത്. ദേവിയുടെ തിരുവാഭരണം കൊണ്ടുപോയ ആളിനെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. 22 ജ്യോത്സ്യന്മാരുണ്ടായിരുന്നു എന്നെ മലത്തി അടിക്കാൻ. അയ്യോ എന്തോ മറ്റേ റെസ്ലിംഗ് ആണല്ലോ നടന്നേ, മലർത്തി അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവൻ പറഞ്ഞ കണക്ക് 2002-2003 സമയത്ത് ഇവൻ ഓട്ടോ ഓടിച്ച് കണക്കായിരുന്നു എന്നാണ് ഇവൻ്റെ നാട്ടുകാർ പറയുന്നത്. ഓക്കെ, ഈ സംഭവം നടന്ന ദിവസം, ഈ കുട്ടീനെ അവൻ ഉപദ്രവിക്കാൻ നോക്കിയ ദിവസം, ഇവൻ ഇറങ്ങി ഓടിയ ദിവസം നാട്ടുകാരവിടെ കൂടിയപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു 24 ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് വരാം, തമ്മിൽ എന്ന് പറഞ്ഞു. അതിനകത്ത് പുള്ളി പറഞ്ഞത് 2022 ഒരു പ്രശ്നപരിഹാരത്തിന് പോയത് 2023 പരിഹരിച്ചെന്ന്. ആ സമയത്ത് പുള്ളി ഓട്ടോ ഓടിക്കുമായിരുന്നു. അത് ചാനലുകാരെ വിളിച്ച് അന്വേഷിച്ചാൽ മനസ്സിലാവും. പുള്ളി ആ സമയത്ത് ഓട്ടോ ഓടിക്കുന്ന ആളായിരുന്നു. പക്ഷെ ആ സമയത്ത് പുള്ളി ഈ പരിഹാരവും പൂജയൊന്നും ഇല്ല. പക്ഷെ അതിനകത്ത് ലൈവായിട്ട് പുള്ളി പറഞ്ഞതാണ്. ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് പിന്നെ തന്ത്രിയായിട്ട് മാറിയത്. അങ്ങനെയുള്ള പുള്ളിയാണ് ഈ തന്ത്രിയായിട്ട് മാറിയത്. സ്വയം പേര് സ്വീകരിക്കായിരുന്നു. പക്ഷെ പുള്ളി നമ്മള് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പാണ് വളർന്നത്. സാമ്പത്തികമായിട്ട് ഒരുപാട് ഉന്നമനത്തിലെത്തി. എത്തി. ബെൻസ് കാറ്, ഫോർച്യൂണർ, താറ്, ഇങ്ങനെ പല രീതിയിൽ ഉണ്ട്. നമ്മുടെ കൂട്ടുകാരൻ വിളിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോ ഇവൻ വിളിച്ച് പെട്ടെന്ന് പാനിക്കായിട്ടാണ് നമ്മളെ വിളിച്ചിട്ട് നമ്മള് എന്തോ കാര്യം എന്ന് വെച്ചാൽ ഇവനെ തനിക്ക് ജ്യോതിഷം നോക്കാനായിട്ട് ഇപ്പം അവന്റെ ഫാമിലിയാണോ എന്താ അറിയത്തില്ല. അപ്പം അവൻ ഇങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പൊ അമ്മ ഉണ്ടായിരുന്ന കൂടെ. അവരെ അകത്ത് കയറിയിട്ട് കൊച്ചിനെ മാത്രം അകത്ത് കയറ്റി അവരെ പുറത്തിരുത്തിയിട്ട് അവനെ അകത്ത് പോയതാണ്. അപ്പോ അകത്ത് കയറ്റിയതാണ്. അപ്പം കുറെ നേരം കഴിഞ്ഞിട്ട് പൂജയും കാര്യങ്ങളോ ഇവര് നോക്കിയപ്പോ അകത്ത് പൂജ ചെയ്യുന്ന പോലെയുള്ള പരിപാടി എന്തൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ടും കാണുന്നില്ല. ലാസ്റ്റ് കൊച്ചു കരഞ്ഞോണ്ട് ഇറങ്ങി ഓടി വന്നപ്പോഴാണ് ഇവരും അറിയുന്നത്.
അപ്പോൾ ഇതിനകത്ത് റൂമുണ്ട്, ഒരകത്ത് കയറ്റിയിട്ട് കൊച്ചിനെ മാത്രമല്ല അകത്ത് കയറ്റി. അപ്പൊ അതിന് വേറൊരു ഓപ്പൺ ഉണ്ട്, ആ ഡോർ വഴി പുറത്തിറങ്ങിയിട്ട് ഇവിടെ വേറെ റൂമിനകത്ത് കൊണ്ടുപോയാണ് കൊച്ചിനെ. അപ്പൊ കൊച്ചു കരഞ്ഞ് നിലയം വിളിച്ച് ഇറങ്ങി ഓടി വരുമ്പോഴാണ് ഇവർ അറിയുന്നത്. അപ്പൊ ഇവരത്തേക്ക് നമ്മളെ എപ്പോഴും വിളിച്ച് കാര്യം പറഞ്ഞ് നമ്മളപ്പോഴത്തേക്ക് ഇവനെ വിടല്, നമ്മൾ വന്നിട്ട് വിട്ടാൽ മതി, പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ പോലീസിനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇച്ചിരി ദൂരെ നിന്നതാണ്. അവിടുന്ന് ഓടി വന്നപ്പോഴത്തേക്ക് ഇവനെന്തായാലും ഇതുവഴി പോയിട്ടില്ല, അവൻ ബാക്കിൽ കൂടെ ഇറങ്ങിയിട്ട് പോയെന്നാണ് ഇപ്പൊ അറിയുന്നത്. ഇവിടെ ഉള്ളവർ പറഞ്ഞത് ഇപ്പൊ പുറത്ത് 6 മണി സമയത്ത് അവനെ കണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാക്ക് വശത്തോട്ട് ഇറങ്ങി ഏതോ കാറിൽ കയറി പോയെന്നാണ് ഇപ്പൊ അറിയാനുള്ളത്. വേറെ വിവരം അറിയത്തില്ല. പോലീസ് പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു പോലീസുകാരൻ നിൽക്കണം, നമ്മളെ അകത്തോട്ടൊന്നും കയറ്റി വിടുന്നില്ല. അപ്പൊ അവൻ അകത്തുണ്ടോ പോയെന്നുള്ള കാര്യം നമുക്കൊരു ഉറപ്പില്ല. പോലീസുകാരൻ പറയുന്നുണ്ട് ഇപ്പൊ പുറത്തുണ്ട്, അവൻ പുറത്ത് വണ്ടിയിൽ എന്തോ ആണ് കറങ്ങി കിടക്കുകയാണ്, അവനൊരിടത്ത് നിൽക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ബ്ലഡ് വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കൊണ്ട് അടിച്ചതെന്തോ ആണ്, അവിടെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. അതിന്റെ മറ്റേ ഫൈബർ ബോർഡാണ് സൈഡിൽ ഒട്ടിച്ചേക്കുന്നത് റൂമിന്. അപ്പൊ അത് പൊട്ടിയിട്ടുണ്ട്. കൊച്ചിനെ കൊണ്ടിച്ച് തലയൊക്കെ കൊണ്ട് ഇടിച്ചാണോ അങ്ങനെ എന്തോ അറിയത്തില്ല. എങ്ങനെ ഇരിക്കുന്നു? ഒരു ഓട്ടോ തൊഴിലാളിയായിട്ട് നടന്ന സമയത്ത് വരെ ഇയാൾ എന്തോ ഒരു അമ്പലത്തിൽ വലിയ സെറ്റപ്പായിട്ട് 4-5 ആൾക്കാർ അടിച്ച് പഞ്ചറാക്കി, വേറെ ജ്യോത്സ്യന്മാരെ എന്നൊക്കെ പറഞ്ഞ് ഇയാളാണ് മെയിൻ I24 ഇരുന്നിട്ട് നാട്ടുകാർ ഇങ്ങനെ കൈയോടെ വെക്കുന്നുള്ളത് ആശാൻ ആലോചിച്ചില്ലേ ആവും. ഇനി എൻ്റെ പഴയ ഉടായ്പ് കേസ് ഏകദേശം നമ്മള് ക്ഷേത്രത്തിന് ഏകദേശം 45 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. നഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ പൂജാരിയൊന്നുമല്ല, അങ്ങനെ പൂജാരിയാണെന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പൊ ഇവൻ തന്ത്രിയൊന്നുമല്ല, തന്ത്രിയും ഒന്നുമല്ല. ഇവൻ നമ്മളെ പറഞ്ഞു വിശ്വസിപ്പിച്ചതെന്ന് വെച്ചാൽ 430 ക്ഷേത്രങ്ങളിൽ തന്ത്രി എന്നാണ്. പക്ഷെ അവൻ ഒരു ക്ഷേത്രത്തിൽ പോലും അല്ല, നമ്മളെ പൈസ എത്രയും തട്ടാനുള്ള ഒരു കള്ളനായിരുന്നു ഇവൻ. ആരെക്കുറിച്ചാണ് താങ്കൾ പറയുന്നത്? മുരാരി എന്ന കള്ളനാണ്. കള്ളനൻ എന്ന പര്യായം വേണമെങ്കിൽ മുരാരി എന്നോട് ഉപയോഗിക്കാം. താങ്കളുടെ പേര് എങ്ങനെയാണ്? എന്റെ പേര് മോഹൻദാസ് എന്നാണ്. താങ്കൾക്ക് എന്തായിരുന്നു ജോലി? ഞാൻ നിയമസഭയിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്നു. എങ്ങനെയാണ് താങ്കളെയാണോ പറ്റിച്ചത്? താങ്കളുടെ ക്ഷേത്രത്തിന് എന്റെയും എന്റെ ക്ഷേത്രത്തെയും പറ്റിച്ചു, എന്നെയും പറ്റിച്ചു. എന്റെ ഒരു മകൾ മരിച്ചുപോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞ ദോഷങ്ങളാണ്, പൂജകൾ ചെയ്ത് ദോഷം മാറ്റിയില്ലെങ്കിൽ ഇനിയും മരണം സംഭവിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെയും കുറെ പണം തട്ടി. മൊത്തം എനിക്ക് 60 ലക്ഷം രൂപ പോയിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും വലിയ തട്ടിപ്പെന്ന് വെച്ചാൽ ക്ഷേത്രത്തിലെ ആളുകൾ സംഭാവന ചെയ്ത 401 ഗ്രാം സ്വർണം ഉണ്ടായിരുന്നു. ഇയാൾ വിഗ്രഹത്തിന് അടിയിലിടാതെ അത് മടിയിൽ വെച്ചുകൊണ്ട് പൂക്കളഞ്ഞു. എങ്ങനെയാണ് ഈ മുരാരി എന്ന ഈ ഒരു ഇദ്ദേഹം ഈ ക്ഷേത്രത്തിലെത്തുന്നത്? അത് ഇയാളുടെ പരസ്യം കണ്ട്, ഭയങ്കര ആകർഷകമായ പരസ്യം. പ്രശ്നമല്ല, പണം ഉണ്ടെങ്കിൽ ഞാൻ പരിഹരിച്ചു തരും എന്നും പറഞ്ഞൊരു പരസ്യം കണ്ടു. അങ്ങനെ ഇയാളെ കോണ്ടാക്ട് ചെയ്തു. അപ്പോഴാണ് പറഞ്ഞത് 430 ക്ഷേത്രങ്ങളിൽ തന്ത്രിയാണെന്ന്. ആരാണ് പറഞ്ഞത്? മുരാരി പറഞ്ഞു. അങ്ങനെ നിങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോയി. ഞാൻ ഈ നാട്ടിൽ ജനിച്ചതിന്റെ ഭാഗത്ത് 60 വർഷം. ഈ മുരാരി തന്ത്രി അറിയാം? അറിയാം. ഈ നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള പഞ്ചായത്ത് റോഡ് 2 കിലോമീറ്ററോളം ഇദ്ദേഹം അവിടെ കയറി. കാര്യം റോഡുകൾ നിർമ്മിക്കുമ്പോൾ ശാസ്ത്രീയ വശമുണ്ട്, ആർക്കും എന്തും ചെയ്യാൻ കഴിയില്ല. കഴിയും അങ്ങനെ? നമ്മൾ ചെയ്യത്തില്ല, വേറെ സാധനം നമ്മൾ എടുക്കത്തില്ല അല്ലേ? അറിയാലോ അദ്ദേഹം ഓട്ടോ പാരമ്പര്യം ഉണ്ടോ അങ്ങനെ? ഇപ്പം പുള്ളിക്കാരനെ ഇതുപോലെ ജോത്സ്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് വിശ്വാസമല്ല, ഞങ്ങൾ പോയിട്ടില്ല. പഞ്ചായത്ത് അറിയാതെ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മള് ചെയ്യുന്ന തെറ്റാ. അത് തെറ്റാ. എന്റെ പേര് ഉഷ. ആദ്യകാലങ്ങളിൽ ഓട്ടോറിക്ഷ ഓട്ടിച്ചു. പിന്നെ സാധാരണക്കാരിൽ നിന്ന് സാധാരണക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ജ്യോത്സ്യത്തിലൂടെയാണ് അറിയുന്നത്. അദ്ദേഹം ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്, ചിലരെയൊക്കെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ റോഡ് വൃത്തിയാക്കിയിട്ടുണ്ട് പഞ്ചായത്തിന്റെ. ഇദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞത് 70,000 രൂപ 70,000 രൂപ വെച്ചത്. പിന്നെ പറഞ്ഞു കുറെ മണ്ണ് അടിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പുള്ളിക്ക് ഒരുപാട് പൈസ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അദ്ദേഹം പഞ്ചായത്തിന്റെ അനുമതി മേടിച്ചോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അദ്ദേഹത്തിന് അറിയാൻ വഴിയില്ല. അദ്ദേഹത്തിന് ജോത്സ്യവും പണ്ട് നേരത്തെ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇതൊരു ചേട്ടൻ അങ്ങേരുടെ എന്തോ കുടുംബക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് മകള് മരിച്ചപ്പോൾ അവിടെ എന്തോ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഈ യൂട്യൂബിലുള്ള പബ്ലിസിറ്റി, ഞാൻ പറഞ്ഞല്ലോ, ഈ ചാരിറ്റിയും ഈ ആൾക്കാരെ സഹായിക്കുന്നതും ഒക്കെ യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ ഇട്ട് അതൊരു പബ്ലിസിറ്റി ആക്കി അതിൻ്റെ മറവിൽ നടക്കുന്ന പരിപാടികളാണ് ഇതൊക്കെ. മനസ്സിലായി? ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അതിലൊരുത്തൻ ഈ ചങ്ങായി ഇതേപോലെ യൂട്യൂബിൽ ഞാൻ ധനമുണ്ടാക്കി തരും, ഞാൻ നിങ്ങളെ പ്രശ്നങ്ങൾ തീർത്തരും എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുമ്പോൾ ഇവൻ്റെ അടുത്ത് പോയവരാദ്യം അവരെ തെറ്റ്. ഓക്കെ, വരുന്നവരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം പിഴിഞ്ഞു വിടാൻ ഇവരെ പോലുള്ള തെണ്ടികൾ ഈ നാട്ടിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാത്തത് നിങ്ങളെ തെറ്റാണ്. നാട്ടുകാരൊന്ന് മനസ്സിലാക്കണം, ഒരു വ്യക്തിയെ എന്താണെങ്കിലും തിരിച്ചറിയാൻ പറ്റണം.
ഒരാളുടെ വളർച്ച എന്ന് പറയുമ്പോൾ ഇവൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ടൈം കൊണ്ടുണ്ടായ ഒരു വളർച്ചയാണ്. വളരെ ഷോർട്ട് ടൈം കൊണ്ടാണ് ഇവൻ വളർന്നത്. അപ്പം അതെങ്ങനെ വന്നു, ഈ സാമ്പത്തിക സ്രോതസ് എവിടുന്ന്, ആരെ പറ്റിച്ചു, എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഇതിനൊന്നൊരു ഓഡിറ്റ് ഇല്ല. അത് ചോദ്യം ചോദിക്കാനേ പാടില്ലല്ലോ. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തെറ്റുകാർ. ഇവൻ്റെ ഗൂഢമായ ഈ വീടിൻ്റെ ഒരു അവസ്ഥ, ഈ 16 വയസ്സുകാരോട് ഇവൻ ഈ അതിക്രമം ചെയ്ത ദിവസത്തെ ഒരു ചെക്കൻ കയറി വീഡിയോ എടുത്തത് അവൻ്റെ ഫോണിൽ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടാണ് അവരെ ഇരുത്തിയെന്നാണ് പറയുന്നത്, ഫാമിലിയെ, അമ്മയും അവനെയും. അപ്പം ഇതുവഴി ഒരു ഡോറുണ്ട് അകത്ത് കയറാനായിട്ട്. അപ്പൊ ഈ ഡോറ് അകത്ത് കയറിയിട്ട് അപ്പം ഇതൊരു ജസ്റ്റ് റൂമാണ്. അപ്പൊ ഇതുവഴി പുറത്തിറങ്ങാം. അപ്പൊ ഈ കൊച്ചിനെ കൊണ്ട് ഇവൻ ഇതുവഴി പുറത്ത് പോയിട്ടുണ്ട്. പുറത്ത് പോയിട്ട് ഇവിടെ ഓപ്പൺ, ഇത് പുറത്തിറങ്ങാവുന്ന റൂമാ, പക്ഷെ ഇത് അടച്ചിരുന്നയാ. ഇതുവഴി ഇത് അടുത്ത റൂമിലോട്ട് പോവാം. അപ്പൊ ഈ റൂമിലായിരുന്നു കൊച്ചിനെ കൊണ്ടുപോയെന്നാ പറയുന്നത്. എന്നിട്ട് കൊച്ചിനെ ഇവിടെ വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ കൊച്ചിനെ കൊണ്ടുവച്ച് ആ ഭിത്തിയിൽ ഇടിച്ച പാടുകളൊക്കെ ഉണ്ട്. ആണ്ടേ കൊച്ചിനെ ഇതിനകത്ത് കൊണ്ട് ഇടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇടിച്ച് ചോര വന്നിട്ടുണ്ട്. എന്നിട്ടാണ് കൊച്ചു ഇവിടുന്ന് ഇറങ്ങി ഓടിയത്. എങ്ങനെ പുറത്തിറങ്ങി രക്ഷപ്പെട്ട് അമ്മയടുത്ത് ചെന്നപ്പോഴാണ് അവരറിയുന്നത് ഈ സംഭവം ഇങ്ങനെ സംഭവിച്ചത്. അവര് പൂജയുടെ പേരിലാണെന്ന് വിചാരിച്ചിട്ട് നിന്നതാണ് അവര്. അപ്പം അവൻ എന്നിട്ട് ഇവിടുന്ന് അപ്പോഴത്തേക്ക് അവര് വന്നപ്പോഴത്തേക്ക് അവൻ ഇവിടുന്ന് വലിഞ്ഞതാണ്. അങ്ങോട്ടെല്ലാം റൂമാണ്. ഇതിനകത്ത് നമുക്ക് എങ്ങനെ കയറി പോകാനൊന്നും അറിയാൻ പറ്റില്ല. റൂമും ഡോറും എല്ലാം ഉണ്ട്. അതവന്റെ അതിൽ നിന്ന് പുറത്തോട്ടുള്ള കടയിലോട്ടുള്ള ഓപ്പണിങ് അത് അത്രേ ഉള്ളത്. ഇങ്ങനെ കാണണല്ലേ? ആ റൂം ഇങ്ങനെയാണ് ഫുള്ള് AC ഒക്കെ ഇട്ട്. നമ്മൾ എടുത്ത വിഷയല്ലേ? ഞാൻ എടുത്ത് കയറി എടുത്ത വിഷയമാണ്. ഫുള്ളെന്തായാലും ബ്ലഡ് ആണ് ഇതുള്ളത്. കുട്ടിയെ നല്ല ഉപദ്രവിച്ചിട്ടുണ്ട്. ഉപദ്രവിച്ചിട്ടുണ്ട്. കൈ എന്തോ നന്നായിട്ട് മുറിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? 16 വയസ്സെന്നാണ് പറയുന്നത്. നമുക്ക് കറക്റ്റ് അറിയില്ല. അങ്ങനെ കുട്ടി തന്നെ ഇറങ്ങി ഒന്ന് അലറി വിളിച്ചോണ്ട് പുറത്ത് വന്ന് അമ്മയടുത്ത് പറഞ്ഞു. ഇപ്പോഴത്തേക്ക് അമ്മ അപ്പോഴത്തേക്ക് അവര് പാനിക്കായി. പിന്നെ കൂട്ടാനായിരുന്നു കൂടെ ഉള്ളത്. അവൻ വിളിച്ച് നേരെ നമ്മുടെ അടുത്ത് കാര്യം പറഞ്ഞത്. അപ്പോഴത്തേക്ക് നമ്മളൊരു 1/2 മണിക്കൂറിനകത്ത് ഓടി വന്നു. കാര്യം നമ്മളപ്പോഴേ പറഞ്ഞു പോലീസിനെ ഇൻഫോം ചെയ്യാൻ പറഞ്ഞു. പോലീസിനെ ഇൻഫോം ചെയ്ത് അവര് പെട്ടെന്ന് എന്തായാലും പുറത്ത് വന്നിട്ടുണ്ട്. അവര് വന്നു. അപ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ പുറകിൽ വന്നിട്ടുണ്ട്. പക്ഷെ പിന്നെ കണ്ടില്ല. അവൻ ബാക്കിൽ ഇറങ്ങി വലിഞ്ഞെന്നാണ് പറയുന്നത്. കണ്ടോ നിങ്ങൾ ഇവൻ്റെ സെറ്റപ്പ്? അതായത് ഒരാൾ അകത്ത് കയറി കഴിഞ്ഞാൽ ആ അകത്ത് കയറിയ വ്യക്തിയെ ഇവൻ ഏത് വഴിക്കും ട്രാപ്പാക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഈ പെൺകുട്ടിയെ ഇവൻ അകത്ത് കയറ്റി ബാധ ഒഴിപ്പിക്കുക എന്നുള്ള പേരിൽ ദേഹോപദ്രവം ഏൽപ്പിച്ച് അതിൻ്റെ തലയൊക്കെ ഇടിച്ച് കുത്തി അവിടെ മൊത്തം ചോരയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ നാറി ഒളിവ് പോയി. ഇവനെ ഹെൽപ്പ് ചെയ്യാൻ ഏതൊക്കെയോ പോലീസുകാരൊക്കെ ഇവൻ്റെ കുടുംബക്കാരുണ്ട് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഇന്നലെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ആളെ പൊക്കിയെന്ന് കേരള പോലീസ് ആളെ പൊക്കിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനത്തെയൊക്കെ പറയില്ല. ഈ ദൈവം ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ മറവിൽ ആളുകളെ പറ്റിക്കാൻ നടക്കുന്ന, ചൂഷണം ചെയ്യാൻ നടക്കുന്ന ആളുകളെ നിങ്ങൾ ദയവ് ചെയ്ത് തിരിച്ചറിയണം. നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടോ? നിങ്ങൾ ഈ പ്രശ്നങ്ങൾ നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് നേരിട്ട് പോയി പറഞ്ഞു. അതിനല്ല അമ്പലവും പള്ളിയുള്ളത്. എന്തിനാണ് ഈ മീഡിയേറ്റേഴ്സിനെ നിങ്ങൾ യൂസ് ചെയ്യുന്നത്? ഇവന്മാർ നിങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ഞാൻ എടുത്തു പറയുന്നില്ല, ചിലർ അത് കുറേ എണ്ണം കൂടുതലുണ്ട്. അങ്ങനെയുള്ള കള്ളന്മാരെയും കൊള്ളക്കാരെയും തിരിച്ചറിയുക. ഇവനെപ്പോലുള്ള ബെടലാളുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, വളർത്താൻ വിടരുത്. ഇനിയിപ്പോൾ ഇവനും ഫാൻസ് കാണും. എനിക്ക് അതാണ് ഏറ്റവും വലിയത്. ഞങ്ങളെ മുരാരി തന്ത്രിയെ പറഞ്ഞോടാ നീ സീക്രട്ട് ഏജന്റ്, ഞാൻ ഡിറ്റർജൻ്റ് ആണല്ലോ. ഇനി ഇവനെ വെളുപ്പിക്കാനും ഇനി ഇന്നെ ഉപയോഗിച്ച് ഇറങ്ങുന്ന ഇവൻ്റെ PR ടീമുകളും ഇവൻ്റെ കൂലിപ്പട്ടാളങ്ങളും കാണുമായിരിക്കും. അല്ലെങ്കിൽ വലിയ ലോക ചെറ്റത്തരം കാണിച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് കുറച്ച് ചാരിറ്റി നന്മയും ചെയ്താൽ. ഇവൻ പണ്ടൊരു പഞ്ചായത്ത് റോഡ് എൻ്റെ നാട്ടിൽ നന്നാക്കി കൊടുക്കുക എന്നുള്ള വ്യാജേന അതിലുള്ള മണ്ണൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയി പഞ്ചായത്ത് ഉണ്ടാക്കിയതിനേക്കാൾ മറ്റേ വഴിയുടെ നീളം കൂട്ടി വണ്ണം കൂട്ടി അങ്ങനെയൊക്കെ ഉടായിപ്പ്. അതായത് ചാരിറ്റി ചെയ്യാമെന്ന് കാണിച്ചു കൂട്ടാളോ അത്ര പാടില്ലേ. അതുമ്മ വള്ളി കയറി പിടിച്ച് അത് വിസ്മയ ന്യൂസിലെ രഞ്ജിത്ത് എന്നാണ് ആ റിപ്പോർട്ടർ പേര് തോന്നുന്നത്. അങ്ങേരായിട്ട് പ്രശ്നത്തിലായി. അങ്ങനെയൊക്കെ പിന്നെ പല കേസുകളും വേണ്ടതുണ്ട്. മനസ്സിലായോ? എന്നിട്ട് പോലും നാട്ടുകാർ എന്തൊരു നാട്ടുകാരെ പറഞ്ഞിട്ട് കാര്യം 24 ന്യൂസ് വരെ വിളിച്ചു പറഞ്ഞിരുത്തി തന്ത്രി എന്ന് പറഞ്ഞിട്ടല്ലേ ഇവനെ കാണിച്ചേ. അതിനും ഒരു വിസിബിലിറ്റി, അതിനും ഒരു ഫെയിം. അപ്പം ഇനി കൂടുതൽ ആൾക്കാരെ പറ്റിക്കും ഇങ്ങനെ ചൂഷണം ചെയ്യാൻ ഗുണ്ടകളെ പറയുന്നില്ല. ശരിയല്ല, ഉടായ്പകളെ ശരിക്കും മനസ്സിലാക്കുക കേരള സമൂഹം. ഈ ഉടായ്പകളെ ഇങ്ങനെ തുറന്ന് കാണിക്കുന്നത് കൊണ്ട് എന്നെ പിടിച്ച് ഹെയ്റ്റ് ചെയ്താലോ എന്നെ പിടിച്ച് ഇറക്കി കയറ്റിയാലോ ഐ ഡോണ്ട് കെയർ. കാരണം ഉടായ്പകൾക്കെതിരെ ഞാൻ എന്നും സംസാരിച്ചിട്ടുള്ളൂ, ഇനിയും സംസാരിക്കും. ഓക്കെ.